നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. സാന്ത്വന പരിചരണത്തിന് സർക്കാർ നൽകുന്നത് വലിയ പ്രാധാന്യമെന്ന് മന്ത്രി MB രാജേഷ്. സർക്കാർ ശ്രമിക്കുന്നത് പാലിയേറ്റീവ് കെയർ സാർവത്രികമാക്കാൻ. പട്ടാമ്പി ഞാങ്ങാട്ടിരിയിൽ പാലക്കാട് ജില്ലാതല പാലിയേറ്റീവ് സംഗമം. ആചാരങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ തൊഴിൽ രഹിതരാകുന്നവരുടെ കുടുംബങ്ങളെ സംരക്ഷിക്കാൻ സംവിധാനമുണ്ടാകണമെന്ന് VK ശ്രീകണ്ഠൻ MP. നിയമങ്ങൾ തീർത്തും യാന്ത്രികമാകരുത്. ഫയർ വർക്ക്സ് ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം പാലക്കാട്. പാലക്കാട് പോലീസിന്റെ സ്പിരിറ്റ് വേട്ട. എല്ലപ്പുള്ളിയിൽ കാലിത്തീറ്റ എന്ന വ്യാജേന ലോറിയിൽ കടത്തുകയായിരുന്ന 3500 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. എറണാകുളം പാലക്കാട് സ്വദേശികളായ 5 പേർ ടൗൺ സൗത്ത് പോലീസിന്റെ കസ്റ്റഡിയിൽ. കഴിഞ്ഞ 2 മാസത്തിനിടെ പോലീസ് 10,000 ലിറ്ററോളം സ്പിരിറ്റ് പിടികൂടിയപ്പോൾ പരിശോധനയ്ക്ക് നേതൃത്വം നൽകേണ്ട എക്സൈസ് പിടികൂടിയത് നാമമാത്രമായ സ്പിരിറ്റ് മാത്രമെന്ന ആരോപണവുമായി കോൺഗ്രസ്. വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. വിവിധ കേന്ദ്രങ്ങളിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ പന്തം കൊളുത്തി പ്രകടനം. സംസ്ഥാന സർക്കാർ ജനങ്ങളെ കൊള്ളയടിക്കുകയാണെന്ന് നേതാക്കൾ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് സാന്ത്വന പരിചരണം സാർവത്രികമാക്കുകയാണ് സർക്കാരിന്റെ പ്രഥമ ലക്ഷ്യമെന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞു. സാന്ത്വന പരിചരണ രംഗത്തെ നിലവിലുള്ള പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തില്ലെന്നും മന്ത്രി പറഞ്ഞു. ജില്ലാതല പാലിയേറ്റീവ് സംഗമം ഞാങ്ങാട്ടിരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സാന്ത്വന പരിചരണ രംഗത്തെ കൂടുതൽ വിപുലീകരിക്കുകയാണെന്ന് പറഞ്ഞ മന്ത്രി കേരളത്തിൽ സാന്ത്വന പരിചരണം സാർവത്രികമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും വ്യക്തമാക്കി. ഇതിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗവും ചേർന്നിരുന്നു. ആ യോഗ തീരുമാനപ്രകാരം മഹാപ്രസ്ഥാനമായി മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സാന്ത്വന പരിചരണ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകൾ അർപ്പണ ബുദ്ധിയോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത്. ഇത് കേരളത്തിന്റെ മാത്രം പ്രത്യേകതയാണെന്നും മന്ത്രി പറഞ്ഞു. എന്താണ് അതിന്റെ കാരണം? എന്തുകൊണ്ട് കേരളത്തിൽ മാത്രമേ സാധ്യമാവുന്നത്? ഇവിടെ ജാതിയുടെയോ മതത്തിന്റെയോ പേരിലുള്ള വേർതിരിവില്ല. മറ്റെല്ലായിടത്തും മനുഷ്യർ വേറെ വേറെ കള്ളിയിലാണ്. ആ കള്ളി പൊളിച്ച് അടുത്തേക്ക് വരാൻ പറ്റില്ല. ഇങ്ങനെ ചേർന്നിരിക്കാൻ പറ്റില്ല. അതാണ് കേരളത്തിൽ അത് സാധ്യമാവും. അപ്പൊ നമ്മൾ കാണേണ്ടത് നമ്മുടെ കരുത്ത് എന്നതാണ്. ഇതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ സാധ്യമാവുന്നത് എന്നതാണ്. അത് സംരക്ഷിക്കണം. ജാതി, മതം, കക്ഷി രാഷ്ട്രീയം, അത്തരം വേർതിരിവുകൾ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് തടസ്സമായിട്ടില്ല. അതുകൊണ്ട് ഈ കരുത്തുപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ സാന്ത്വന പരിചരണ പ്രസ്ഥാനത്തെ കൂടുതൽ വിപുലീകരിക്കണം എന്നതാണ് സർക്കാർ കണ്ടത്. ഞായറാഴ്ച രാവിലെ ഞാങ്ങാട്ടിരി AUP സ്കൂളിൽ വെച്ചായിരുന്നു ജില്ലാതല പാലിയേറ്റീവ് വളണ്ടിയർ സംഗമം സംഘടിപ്പിച്ചത്. ഇതോടൊപ്പം ഞാങ്ങാട്ടിരി പ്രത്യാശ പാലിയേറ്റീവ് കെയർ സെന്ററിനായി TK നാരായണൻ സംഭാവന ചെയ്ത സ്ഥലത്തിന്റെയും TV മുഹമ്മദ് കുട്ടി സംഭാവന ചെയ്ത വാഹനത്തിന്റെയും രേഖകൾ ചടങ്ങിൽ മന്ത്രി ഏറ്റുവാങ്ങി. TK നാരായണൻ, TV മുഹമ്മദ് കുട്ടി എന്നിവരെ മന്ത്രി ആദരിച്ചു. ചടങ്ങിൽ സംഘടനാ പ്രസിഡന്റ് VP ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. M പ്രദീപ് ആമുഖ പ്രഭാഷണം നടത്തി. TK നാരായണൻ, TV മുഹമ്മദ് കുട്ടി, PK ജയ, A കൃഷ്ണകുമാർ മാസ്റ്റർ, K പ്രീത, TVM അലി തുടങ്ങിയവർ സംസാരിച്ചു. M ബ്രഹ്മദത്തൻ സ്വാഗതവും TK ചന്ദ്രശേഖരൻ നന്ദിയും പറഞ്ഞു. വളണ്ടിയർ പരിശീലനം, നഴ്സസ് പരിശീലനം, ജില്ലാ ഭാരവാഹി സംഗമം എന്നിവയും ഉണ്ടായിരുന്നു. ജില്ലയിലെ വിവിധ പാലിയേറ്റീവ് യൂണിറ്റുകളിൽപ്പെട്ട 100 കണക്കിന് ആളുകളാണ് സംഗമത്തിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ആചാരങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ തൊഴിൽ രഹിതരാകുന്നവരുടെ കുടുംബങ്ങളെ സംരക്ഷിക്കാൻ സംവിധാനമുണ്ടാകണമെന്ന് VK ശ്രീകണ്ഠൻ MP. ഫയർ വർക്ക്സ് ഡീലേഴ്സ് അസോസിയേഷൻ 8ാം സംസ്ഥാന സമ്മേളനം പാലക്കാട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MP. ഏത് നിയമം വന്നാലും പ്രത്യക്ഷത്തിൽ ഇരകളാവുന്നത് വ്യാപാരികളാണെന്നും VK ശ്രീകണ്ഠൻ MP ചൂണ്ടിക്കാട്ടി. നിയമവിധേയമായി പ്രവർത്തിക്കുന്നവർ വേട്ടയാടപ്പെടുകയും നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്ക് സംരക്ഷണമൊരുക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മാറ്റമുണ്ടാകണമെന്നും VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. ഏത് നിയമം വന്നാലും പ്രത്യക്ഷത്തിൽ ഇരകളാവുന്നത് വ്യാപാരികളാണ്. ഉത്സവപ്പറമ്പുകളിൽ എന്തു സംഭവിച്ചാലും ആദ്യം പ്രതിചേർക്കപ്പെടുന്നത് വെടിക്കെട്ടുകാരാണ്. ആചാരങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതോടെ തൊഴിൽ രഹിതരാവുന്ന കുടുംബങ്ങളെ പരിരക്ഷിക്കാനുള്ള സംവിധാനമുണ്ടാകണം. നിയമസംവിധാനം യാന്ത്രികമാകുന്നത് അപകടകരമാണെന്നും MP കൂട്ടിച്ചേർത്തു. സംസ്ഥാന നിയമങ്ങളാണെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യം ആഘോഷ സ്ഥലത്ത് നിരോധിക്കുക. എന്താണ്? വെടിക്കെട്ടും പടക്കം വെച്ചുകൊണ്ടുള്ള ഏർപ്പാടുകൾ. അതുകൊണ്ട് ഒരുപാട് കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ഒരു മേഖലയാണ് ഈ ഫയർ വർക്ക്സ് എന്ന് പറയുന്നത്. നിർമ്മാണ മേഖലയിലും
ആയിരക്കണക്കിന് ആളുകളുണ്ട്, എത്രയോ പതിനായിരക്കണക്കിന് കുടുംബങ്ങളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ നിത്യവൃത്തി കഴിഞ്ഞു പോകുന്നത് ഈ പാരമ്പര്യമായ തൊഴിലും പരിശീലനം കിട്ടിയ ഈ തൊഴിലും ഒക്കെ വെച്ചിട്ടാണ്. ഇപ്പോൾ വ്യാപാരികളാണെങ്കിലും ഇതിൽ നിന്ന് പല മേഖലയിലും തിരിച്ചടി, GST ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളുണ്ട് വ്യാപാര മേഖലയിൽ. ഇപ്പോൾ സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി പറയാൻ ഞങ്ങൾ ഫെബ്രുവരിയിൽ പാർലമെന്റ് മാർച്ച് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. വ്യാപാരികളുടെ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. FDA സംസ്ഥാന പ്രസിഡന്റ് KP രാജീവ് അധ്യക്ഷത വഹിച്ചു. MLA രാഹുൽ മാങ്കൂട്ടത്തിൽ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK ചാമുണ്ണി, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്മിതേഷ്, കൗൺസിലർ സാജോ ജോൺ, KVVS സംസ്ഥാന സെക്രട്ടറി ES ബിജു, FDA ഭാരവാഹികളായ KM ലെനിൻ, V ഉണ്ണികൃഷ്ണൻ, നസീർ വടക്കുംചേരി, ലതീഷ് നാരായണൻ, സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. കേന്ദ്ര എക്സ്പ്ലോസീവ് നിയമങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും, ലൈസൻസുകൾ പാലിക്കേണ്ട നിയമങ്ങൾ, ഫയർ എക്യുപ്മെന്റ് ഉപയോഗം എന്നീ വിഷയങ്ങളിൽ ക്ലാസും ചർച്ചയും നടന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് എല്ലപ്പുള്ളിയിൽ കാലിത്തീറ്റ എന്ന വ്യാജേന ലോറിയിൽ കടത്തുകയായിരുന്ന 3500 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. സംഭവത്തിൽ 5 പേരെ ടൗൺ സൗത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാലിത്തീറ്റ എന്ന വ്യാജേനയാണ് ലോറിയിൽ സ്പിരിറ്റ് കടത്തിയിരുന്നത്. 3500 ലിറ്റർ സ്പിരിറ്റാണ് ടൗൺ സൗത്ത് പോലീസ് നടത്തിയ പരിശോധനയിൽ പിടികൂടിയത്. എറണാകുളം, പാലക്കാട് സ്വദേശികളായ 5 പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ബംഗളൂരുവിൽ നിന്ന് കൊണ്ടുവന്ന സ്പിരിറ്റ് കേരളത്തിന്റെ വിവിധ ജില്ലകളിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു സംഘത്തിന്റെ ലക്ഷ്യമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കാലിത്തീറ്റ ചാക്കുകളുടെ അടിയിലാണ് സ്പിരിറ്റ് കന്നാസുകൾ ഒളിപ്പിച്ചിരുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കഴിഞ്ഞ 2 മാസത്തിനിടെ പാലക്കാട് പോലീസ് 10,000 ലിറ്ററിലേറെ സ്പിരിറ്റ് പിടിച്ചപ്പോൾ എക്സൈസ് പിടികൂടിയത് നാമമാത്രമായ സ്പിരിറ്റ് മാത്രം. പാലക്കാട് എക്സൈസ് വകുപ്പിനെ നിയന്ത്രിക്കുന്നത് ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരാണെന്ന് പാലക്കാട് DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ ആരോപിച്ചു. പാലക്കാട് ജില്ലാ അതിർത്തി വഴി നിർബാധം സ്പിരിറ്റ് ഒഴുകുകയാണെന്ന് DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ ആരോപിച്ചു. 2 മാസത്തിനിടെ പോലീസ് പിടിച്ചത് 10,000-ലേറെ ലിറ്റർ സ്പിരിറ്റാണ്. എന്നാൽ സ്പിരിറ്റ് വേട്ട നടത്തേണ്ട എക്സൈസ് കാര്യമായി ഒന്നും പിടിച്ചിട്ടില്ല. പാലിയേക്കര ടോൾ പ്ലാസ ഇടിച്ചു തകർത്ത സ്പിരിറ്റ് വണ്ടിയെ ഉമികടത്തിയ വണ്ടിയാക്കി മാറ്റിയ ഉദ്യോഗസ്ഥരാണ് പാലക്കാട്ട് എക്സൈസിനെ നിയന്ത്രിക്കുന്നത്. ആലത്തൂർ അണക്കപ്പാറയിൽ വ്യാജ സ്പിരിറ്റ് കേസിൽ വിജിലൻസ് പ്രതി ചേർത്ത ഉദ്യോഗസ്ഥനാണ് ചിറ്റൂരിലെ എക്സൈസിനെ നിയന്ത്രിക്കുന്നതെന്നും സുമേഷ് അച്യുതൻ ആരോപിച്ചു. സ്പിരിറ്റ് ഒഴുക്ക് വ്യാജമദ്യ നിർമ്മാണത്തെയാണ് സൂചിപ്പിക്കുന്നത്. പാലക്കാട് വഴി ഒഴുകുന്ന സ്പിരിറ്റ് എങ്ങോട്ട് പോകുന്നു, ആരാണ് പിന്നിൽ തുടങ്ങിയ കാര്യങ്ങൾ പാലക്കാട്ടുകാരൻ കൂടിയായ എക്സൈസ് മന്ത്രി വ്യക്തമാക്കണമെന്നും സുമേഷ് അച്യുതൻ ആവശ്യപ്പെട്ടു. പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ 2 മാസത്തിനകം 10,000 ലിറ്ററോളം സ്പിരിറ്റാണ് പോലീസ് വകുപ്പ് പിടിച്ചത്. എക്സൈസ് വകുപ്പ് നോക്കുകുത്തിയായി നിൽക്കുമ്പോൾ പോലീസ് സ്പിരിറ്റ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരന്തരമായി പോലീസ് പിടിക്കുമ്പോൾ നാമമാത്രമായാണ് എക്സൈസ് പിടിച്ചു എന്ന് വരുത്തി തീർക്കുന്നത്. ഇത് എക്സൈസ് വകുപ്പിൻ്റെ പരാജയമാണ് സൂചിപ്പിക്കുന്നത്. എക്സൈസ് വകുപ്പ് മന്ത്രി, പാലക്കാട് ജില്ലക്കാരനായ എക്സൈസ് വകുപ്പ് മന്ത്രി ഇതിന് മറുപടി പറയേണ്ടതാണ്. ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരാണ് പാലക്കാട് ജില്ലയിലെ എക്സൈസ് വകുപ്പ് നിയന്ത്രിക്കുന്നത്. ഇവിടെ പാലിയേക്കര ടോൾ പ്ലാസയിൽ സ്പിരിറ്റ് വണ്ടി ടോൾ പ്ലാസ ഇടിച്ച് തകർത്ത് ആ വണ്ടിയെ ഉമിവണ്ടിയാക്കി മാറ്റിയ ഉദ്യോഗസ്ഥനാണ് പാലക്കാട് ജില്ലയിലെ എക്സൈസിനെ നിയന്ത്രിക്കുന്നത്. അണക്കപ്പാറ വ്യാജമദ്യ നിർമ്മാണ കേസ് എന്ന് പറഞ്ഞ കുപ്രസിദ്ധമായ കേസിലെ വിജിലൻസ് പ്രതിയാക്കിയ ഉദ്യോഗസ്ഥനാണ് ചിറ്റൂരിലെ എക്സൈസ് നിയന്ത്രിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെ ഷൊർണൂരിൽ കോൺഗ്രസ് പ്രതിഷേധം. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷൊർണൂർ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. വൈദ്യുതി നിരക്ക് വർധനയിലൂടെ ഇടതു സർക്കാർ ജനജീവിതം ദുഷ്കരമാക്കിയെന്നാരോപിച്ചാണ് ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ, DCC സെക്രട്ടറി K കൃഷ്ണകുമാർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TK ബഷീർ, നേതാക്കളായ VG ശ്രീനിവാസൻ, V ആനന്ദ്, PM മുരളീധരൻ, K അബൂബക്കർ, വേണുഗോപാലൻ, PR പ്രവീൺ, വിനോദ് കല്ലായി, വിൻസെന്റ്, വിനയകുമാർ, രവി അമ്മാത്ത്, സുജിത്, ഹരി, വിനോദ് പുത്തൻവീട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ച സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് മണ്ണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. മണ്ണൂരിൽ നടന്ന പ്രതിഷേധ യോഗം മണ്ഡലം പ്രസിഡന്റ് PK അശ്വജിത്ത് ഉദ്ഘാടനം ചെയ്തു. അല്ലെങ്കിൽ
അതിജീവിക്കാൻ പാടുപെടുന്ന കേരള ജനത. അതിനിടയിൽ കൂനിൽ മേൽ കുരു എന്ന പോലെ വൈദ്യുതി ചാർജ് കുത്തനെ കൂട്ടിക്കൊണ്ട് പാവപ്പെട്ട ജനങ്ങളുടെ പെടണിയിൽ അമിതമായി ഭാരം ഇറക്കി വച്ചിരിക്കുകയാണ്. അതിൽ നിന്നും കണ്ടാസ്വദിച്ച് രക്തം കുടിക്കുന്ന ഡ്രാക്കുളയെ പോലെ ചിരിച്ച് മതിച്ചുകൊണ്ടാണ് കേരളത്തിൻ്റെ ഖജനാവിലേക്ക് പൈസ സംഭരിക്കാൻ വേണ്ടി പിണറായി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടുത്തെ പാവപ്പെട്ട ജനതയ്ക്ക് റേഷൻ കടയിൽ പോയാൽ പോലും അരി കിട്ടാത്ത ഈ സമയത്ത് പെട്ടെന്നുള്ള വൈദ്യുതി ചാർജ്, പ്രത്യേകിച്ച് മഴക്കാലം കഴിഞ്ഞുകൊണ്ട് വേനൽ കാലഘട്ടത്തിലേക്ക് നീങ്ങുന്ന ഈ സമയത്ത് വൈദ്യുതി ചാർജ് കുത്തനെ കൂട്ടുക എന്ന് പറഞ്ഞാൽ അവൻ സമ്പാദിക്കുന്ന സാമ്പത്തികമായ ഇതിൽ നിന്നും ഒരു ഓഹരിയാണ് വൈദ്യുതിയിലേക്കും ബാക്കിയുള്ള ഇതിലേക്ക് മാറ്റിവെക്കുന്നത്. പ്രതിഷേധ പ്രകടനത്തിൽ KN സ്വാമിനാഥൻ അധ്യക്ഷനായി. TC കനകരാജ്, VM അബൂബക്കർ സിദ്ദീഖ്, PK വേലായുധൻ, KA സൈനുദ്ദീൻ, NA അബൂ താഹിർ, AS ഫഹദ്, V ഷിജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. 8ാമത് ഡയലോഗ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായി പതേർ കലാസാംസ്കാരിക സായാഹ്നം സംഘടിപ്പിച്ചു. മായന്നൂർ പാലത്തിൽ നടന്ന പരിപാടി ഒറ്റപ്പാലം സഹകരണ അർബൻ ബാങ്ക് പ്രസിഡന്റ് U രാജഗോപാൽ ഫെസ്റ്റിവലിന്റെ ഡെലിഗേറ്റ് പാസ് വിതരണം നിർവഹിച്ച് ഉദ്ഘാടനം ചെയ്തു. സംവിധായകൻ നടരാജൻ പട്ടാമ്പി ആദ്യ ഡെലിഗേറ്റ് പാസ് ഏറ്റുവാങ്ങി. രാജീവ് പിള്ളത്ത് സ്വാഗതവും പ്രജിത് ചേതന നന്ദിയും പറഞ്ഞു. പരിപാടിയുടെ ഭാഗമായി തെരുവ് ചിത്രരചനയും സംഗീത സായാഹ്നവും നടന്നു. ചിത്രകാരി ശ്രീജ പള്ളം, GK സൂര്യ തുടങ്ങിയവർ ചിത്രരചനയ്ക്ക് നേതൃത്വം നൽകി. ഒറ്റപ്പാലം NSS കോളേജിലെ ആമ്രകുഞ്ചം ബാൻഡും ഒറ്റപ്പാലത്തെയും പരിസര പ്രദേശങ്ങളിലെയും കലാകാരന്മാരും പാട്ടുകൾ അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മണ്ണൂരിൽ കളിക്കളം നിർമ്മാണത്തിന്റെ പ്രവചനോദ്ഘാടനം കഴിഞ്ഞ് 7 മാസം പിന്നിട്ടിട്ടും തുടർ നടപടികളായില്ല. 2024-25 ബഡ്ജറ്റിൽ സംസ്ഥാന സർക്കാർ 1 കോടി രൂപ വകയിരുത്തിയ പദ്ധതിയാണിത്. ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് കളിക്കളം ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്ന് വാർഡംഗം VM അൻവർ സാദിഖ് ആവശ്യപ്പെട്ടു. ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായി കളിക്കളത്തിന്റെ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നടന്നിരുന്നെങ്കിലും തുടർ നടപടികളൊന്നുമായില്ല. വശം കെട്ടി നിരപ്പാക്കാനായി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മണ്ണൂർ പഞ്ചായത്ത് 30 ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും ടെൻഡർ നടപടികളിൽ കുരുങ്ങിക്കിടപ്പാണെന്നും 2023-24 വർഷത്തിൽ 2 കോടി രൂപ വകയിരുത്തിയതായി പറയുന്നുണ്ടെങ്കിലും അത് ലാപ്സായതായും വാർഡംഗം VM അൻവർ സാദിഖ് പറഞ്ഞു. എന്നാൽ 2024-25 വർഷത്തിൽ കളിക്കളത്തിനായി 1 കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ടെന്ന് MLA അറിയിച്ചിട്ടുണ്ട്. നിലവിൽ കായികപ്രേമികൾ സ്വകാര്യ സ്കൂൾ ഗ്രൗണ്ടുകളെയും ടർഫുകളെയും ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ്. 7 മാസം മുമ്പ് പ്രവൃത്തികൾ ഉദ്ഘാടനം നടത്തിയ കളിക്കളം ഇന്ന് ഒരാൾ ഉയരത്തിൽ കാട് മൂടിക്കിടപ്പാണ്. ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് മണ്ണൂരിലെ കളിക്കളം യാഥാർത്ഥ്യമാക്കണമെന്നും കായികപ്രേമികളുടെ ആവശ്യം വേഗത്തിൽ നിറവേറ്റണമെന്നും വാർഡംഗം VM അൻവർ സാദിഖ് ആവശ്യപ്പെട്ടു. അത് എത്രയും വേഗം ടെൻഡർ ചെയ്ത് അതിന്റെ സൈഡ് കെട്ടി ഇത് ലെവൽ ചെയ്യുകയും MLAയുടെ ആ 1 കോടി രൂപ ഇതിനു വേണ്ടി സ്റ്റേഡിയത്തിന് വേണ്ടി മാറ്റിവെച്ചത് യാഥാർത്ഥ്യമാക്കുകയും ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇത് ഇവിടെയുള്ള യുവജനങ്ങളുടെ ആവശ്യമാണ്, ഇവിടെയുള്ള കായിക പ്രേമികളുടെ ആവശ്യമാണ്. മണ്ണൂർ പഞ്ചായത്തിനൊരു ഗ്രൗണ്ട് എന്നുള്ളത് ഞങ്ങൾക്കെല്ലാവർക്കും സന്തോഷമുള്ളൊരു കാര്യമാണ്. കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി അതിനെ സ്വാഗതം ചെയ്യുന്നു. അത് എത്രയും വേഗം യാഥാർത്ഥ്യമാകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പട്ടാമ്പി NSF കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗവും അനുമോദിക്കൽ ചടങ്ങും കരയോഗ മന്ദിരത്തിൽ നടന്നു. താലൂക്ക് യൂണിയൻ സെക്രട്ടറി KB ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഒക്ടോബർ 31 നമ്മൾ സർവീസ് സൊസൈറ്റിയുടെ 110ാം പിറന്നാൾ ആഘോഷിച്ചു. അതുപോലെ തന്നെ ഒറ്റപ്പാലം NSS താലൂക്ക് യൂണിയനെ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റപ്പാലം NSS താലൂക്ക് യൂണിയൻ വള്ളുവനാട് NSS താലൂക്ക് യൂണിയൻ എന്ന പേരിൽ കേരളത്തിൽ രൂപീകൃതമായിട്ട് 70 വർഷം പൂർത്തിയാകുന്ന ഒരു വർഷം കൂടിയാണ് 2025 മാർച്ച് 15. നമ്മുടെ സമുദായാചാര്യൻ ശ്രീ മന്നത്ത് പത്മനാഭന്റെ 148ാമത് ജയന്തി ഏതാനും വിരലെണ്ണാവുന്ന ദിവസങ്ങൾക്കടുത്ത് സമാഗതമാവുകയാണ്. പട്ടാമ്പി NSF കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗവും SSLC +2 മറ്റ് കോഴ്സുകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കലും വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം നേടിയ അംഗങ്ങളെ ആദരിക്കലും ഞായറാഴ്ച രാവിലെ കരയോഗ മന്ദിരത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. ചടങ്ങിൽ ഉപഹാരങ്ങളും വിതരണം ചെയ്തു. കരയോഗം പ്രസിഡന്റ് TC ചന്ദ്രൻകുട്ടി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. K വിനോദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. KC ശിവദാസൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. G വിജയകുമാരി ടീച്ചർ, M മോഹനൻ മാസ്റ്റർ, K കോമളം, നാരായണൻ നായർ, NG പിള്ള, M രാമദാസ്, PK ചന്ദ്രശേഖരൻ മാസ്റ്റർ, A ശ്രീധരൻ,
RG പിള്ള, PT രാജഗോപാലൻ, P പുഷ്പലത ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടന്നു. നൃത്യങ്ങൾ, തിരുവാതിരക്കളി, കലാപരിപാടികൾ എന്നിവയും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തൃശൂരിൽ നടന്ന തുടി കലാ സാംസ്കാരിക കൂട്ടായ്മയുടെ തിറക്കളി മഹോത്സവത്തിന്റെ വീഡിയോ പ്രകാശനവും പ്രദർശനവും വാണിയംകുളത്ത് നടന്നു. സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന പരിപാടി കവി രാജീവ് പിള്ളത്ത് ഉദ്ഘാടനം ചെയ്തു. പക്ഷെ അവന്റെ ദൈവികമായ കല അങ്ങനെയാണ് പറയുക. ഒരു കലാകാരൻ ദൈവം നിറയും കെട്ടിയാലും ഭൂതം നിറയും കെട്ടിയാലും അത് ദൈവം അവന്റെ കൂടെ ചേരുകയാണ്. ദൈവത്തിന്റെ പ്രതിപുരുഷനാണ്. പക്ഷെ ആ ദൈവത്തിന്, അടിയാളന്റെ ദൈവത്തിന് അമ്പലത്തിനകത്ത് കയറ്റാൻ പറ്റാത്ത വിലക്ക് ഇന്നും കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് കേരളത്തിന്റെ പ്രബുദ്ധൻ എന്ന് പറയുന്ന മലയാളിയുടെ തട്ടിപ്പാണ് എന്ന എന്റെ ഒരു ബോധ്യമാണ് ഞാൻ കുറച്ചു കാലം മുമ്പ് ഫേസ്ബുക്കിൽ ഇട്ടത്. നിങ്ങൾ നോക്കി ഭൂതൻ തരയും കാലങ്ങളായിട്ടുള്ളതാണെന്ന് നമുക്കറിയാം. പക്ഷേ ശിങ്കാരി മേളം ഒരിക്കൽ വളരെ പ്രാമാണിത്വം വഹിച്ചിരുന്ന തായമ്പകയേക്കാൾ ഗംഭീരമെന്ന രൂപത്തിൽ ശിങ്കാരി മേളം ഇപ്പോ കേരളത്തില് എല്ലാ ഉത്സവങ്ങളിലും അനിവാര്യമാണ്. തുടി കലാസാംസ്കാരിക കൂട്ടായ്മ പ്രോഗ്രാം കോർഡിനേറ്റർ K. ഉദയകുമാർ അധ്യക്ഷത വഹിച്ചു. റവന്യൂ ജില്ലാ കലോത്സവത്തിൽ UP വിഭാഗം നാടക മത്സരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്ത അംജിത് രാജിനെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. കൺവീനർ K. വാസുദേവൻ, TP സതീഷ്, ബാബു ചളവറ, EK സുനിൽകുമാർ, K. പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കിള്ളിമംഗലം വാസുദേവൻ നമ്പൂതിരിപ്പാട് അനുസ്മരണം നടന്നു. കിള്ളിമംഗലം ഗ്രാമീണ വായനശാലയിൽ നടന്ന അനുസ്മരണ യോഗം പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷറഫ് ഉദ്ഘാടനം ചെയ്തു. കിള്ളിമംഗലം ഗ്രാമീണ വായനശാല ഹാളിൽ നടന്ന പരിപാടിയിൽ പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V. തങ്കമ്മ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ ന്യായത്ത് ബാലൻ അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. ഫ്രഞ്ച് തിയേറ്റർ ഡയറക്ടർ അനേറ്റ്ലിയുടെ മുഖ്യ അതിഥിയായി. 1978 കലാമണ്ഡലത്തിൽ കഥകളി പഠിക്കാനായി എത്തിയ തനിക്ക് കൂടുതൽ പ്രോത്സാഹനം തന്നത് കിള്ളിമംഗലം വാസുദേവൻ നമ്പൂതിരിപ്പാടാണെന്നും അതുകൊണ്ടാണ് എല്ലാ ചരമവാർഷികത്തിനും മുടങ്ങാതെ പങ്കെടുക്കുന്നതെന്നും അനേറ്റേലിയുടെ അനുസ്മരിച്ചു. Part of this ceremony, I was very close to Vasudevan Namboodiripad. He was a fantastic person, and today we remember him and we remember his vision for this particular library in Kilimangalam. I think this is wonderful. And Suprin എല്ലായ്പ്പോഴും ഒരു പുസ്തകം ഉണ്ടാവും, കയ്യിൽ ഒരു പുസ്തകം ഉണ്ടാവും. He was reading, he was always in contact, in communication with books. So in today's world, ഇപ്പോഴത്തെ കാലത്തിൽ കുറേ അധികം സ്ക്രീനാണ് നോക്കുന്നത് അല്ലേ കുട്ടി? Yes. Screens are taking a lot of space in our lives. So to see this library here and your engagement in this project, I think is really remarkable achievement. വായനശാലയിൽ പുതിയതായി ആരംഭിച്ച വാസുദേവൻ നമ്പൂതിരിപ്പാട് റെഫറൻസ് വിഭാഗത്തിന്റെ ഉദ്ഘാടനവും അനറ്റ്ലിയുടെ നിർവഹിച്ചു. വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം നടത്തിയ കലാസാഹിത്യ പ്രതിഭകൾക്കുള്ള അനുമോദനവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. നിർമ്മല രവികുമാർ, രാമദാസ് കാറാത്ത്, KV സതീശൻ, PK ഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. സൂപ്രണ്ട് എന്ന വിളിപ്പേര് അഥവാ ഓമനപ്പേരിൽ അറിയപ്പെട്ടിരുന്ന ബ്രഹ്മശ്രീ കിള്ളിമംഗലം വാസുദേവൻ നമ്പൂതിരിപ്പാടിൻ്റെ സ്മൃതി ദിനം അദ്ദേഹത്തിന് ഏറെ പ്രിയപ്പെട്ട ഈ വായനശാലയിൽ വെച്ച് നടക്കുന്നു. അതിൽ പങ്കെടുക്കാനും അദ്ദേഹത്തെ സംബന്ധിച്ച് രണ്ടു വാക്ക് സംസാരിക്കാനും അവസരം കിട്ടിയതിൽ തികച്ചും ചാരിതാർത്ഥ്യമുണ്ട്. വിവിധ മേഖലകളിൽ വിപുലമായ രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ മുഴുവൻ അനാവരണം ചെയ്യുവാൻ ഞാൻ ശക്തനാണോ എന്ന കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. വായനശാല പ്രസിഡന്റ് കുഞ്ചു വാസുദേവൻ നമ്പൂതിരിപ്പാട് സ്വാഗതവും കലാമണ്ഡലം സുരേഷ് കാളിയത്ത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. CPM നേതാവ് മുൻ മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന M. ഹരിദാസന്റെ 4ാം ചരമവാർഷികം ആചരിച്ചു. അനുസ്മരണ യോഗം CPM ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി അംഗം TR ശശി ഉദ്ഘാടനം ചെയ്തു. പരാജയപ്പെടാൻ പാടില്ല എന്ന വളരെ തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി എന്നോട് സംസാരിച്ച ആളാണ് ഹരിയേട്ടൻ. പക്ഷെ നിർഭാഗ്യവശാൽ
പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഒരു 3 ദിവസം മുമ്പ് ആകസ്മികമായി അസുഖം ബാധിക്കുകയും ആശുപത്രിയിൽ ഉൾപ്പെടെ ഞങ്ങൾ ഉൾപ്പെടെ കൊണ്ടുപോവുകയും ആ ആശുപത്രിയിൽ നിന്നും മരണം സംഭവിച്ച് തിരിച്ചു കൊണ്ടുപോവുകയുണ്ടായി. ആ സന്ദർഭത്തിലെല്ലാം ഞാനും കൂടെ ഉണ്ടായിരുന്നു, ഉമേഷ് ഉണ്ടായിരുന്നു, മനോജ് ഉണ്ടായിരുന്നു. ഇത് പറയുമ്പോൾ തന്നെ ഹരിയേട്ടൻ ഈ മണ്ണൂര് മമ്മള്ളിക്കുന്ന് പ്രദേശത്തും അതേപോലെ തന്നെ മണ്ണൂരിലും പാർട്ടി കെട്ടിപ്പടുക്കുന്നതിന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിന് വളരെ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. മമ്മള്ളിക്കുന്ന് വെച്ച് നടന്ന അനുസ്മരണ യോഗത്തിൽ എം ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വി മോഹനൻ, പി സുരേഷ് ബാബു, ഒ എം മുരളി, എ വി അർജുൻ, എ കെ മനോജ്, ജോൺസൺ, എ എ ഷിഹാബ് തുടങ്ങിയവർ സംസാരിച്ചു. ഹരിദാസന്റെ കുടുംബാംഗങ്ങളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. സാന്ത്വന പരിചരണത്തിന് സർക്കാർ നൽകുന്നത് വലിയ പ്രാധാന്യമെന്ന് മന്ത്രി എം ബി രാജേഷ്. സർക്കാർ ശ്രമിക്കുന്നത് പാലിയേറ്റീവ് കെയർ സാർവത്രികമാക്കാൻ. പട്ടാമ്പി ഞാങ്ങാട്ടിരിയിൽ പാലക്കാട് ജില്ലാതല പാലിയേറ്റീവ് സംഗമം. ആചാരങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ തൊഴിൽ രഹിതരാകുന്നവരുടെ കുടുംബങ്ങളെ സംരക്ഷിക്കാൻ സംവിധാനമുണ്ടാകണമെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി. നിയമങ്ങൾ തീർത്തും യാന്ത്രികമാകരുത്. ഫയർവർക്സ് ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം പാലക്കാട്. പാലക്കാട് പോലീസിന്റെ സ്പിരിറ്റ് വേട്ട. എല്ലപ്പുള്ളിയിൽ കാലിത്തീറ്റ എന്ന വ്യാജേന ലോറിയിൽ കടത്തുകയായിരുന്ന 3500 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. എറണാകുളം പാലക്കാട് സ്വദേശികളായ 5 പേർ ടൗൺ സൗത്ത് പോലീസിന്റെ കസ്റ്റഡിയിൽ. കഴിഞ്ഞ 2 മാസത്തിനിടെ പോലീസ് 10,000 ലിറ്ററോളം സ്പിരിറ്റ് പിടികൂടിയപ്പോൾ പരിശോധനയ്ക്ക് നേതൃത്വം നൽകേണ്ട എക്സൈസ് പിടികൂടിയത് നാമമാത്രമായ സ്പിരിറ്റ് മാത്രമെന്ന ആരോപണവുമായി കോൺഗ്രസ്. വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. വിവിധ കേന്ദ്രങ്ങളിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ പന്തം കൊളുത്തി പ്രകടനം. സംസ്ഥാന സർക്കാർ ജനങ്ങളെ കൊള്ളയടിക്കുകയാണെന്ന് നേതാക്കൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.